സൗമ്യ മാഡത്തിനെ ഞാൻ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞതായിരുന്നു ഇന്നലെ. അപ്പോൾ സൗമ്യ മാഡം എൻ്റെ അടുത്ത് ഒന്നും പറഞ്ഞില്ല, ഈ ഒരു മരുന്ന് കൊടുത്താൽ മതി എന്നാണ് പറഞ്ഞത്. ഞാനൊന്നും പഠിക്കുന്ന സമയത്ത്, ഞാൻ പീഡിയാട്രിക്സ് PG ചെയ്യുന്ന സമയത്ത് പോലും ഞാൻ ആ ഒരു കേസ് കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടറായിട്ടൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയുള്ള കേസുകൾ കാണാൻ തുടങ്ങി. ഞാൻ എൻ്റെ ജീവിതത്തിൽ വളരെയധികം ഹെൽപ്ലെസ് ആയി പോയൊരു സിറ്റുവേഷൻ ആയിരുന്നു അത്. കാര്യം അവരോട് എന്ത് പറയണം നമ്മൾ? കാരണം ആ കുട്ടികൾക്കുള്ള ബോധം പോലും അച്ഛനമ്മമാർക്ക് ഇല്ല എന്നുള്ളൊരു വിഷമം, വല്ലാത്തൊരു സങ്കടമായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ആ കുട്ടികൾക്ക് വാക്സിനേഷൻ കൊടുക്കാൻ സാധിച്ചില്ല. കോവിഡ് കാലഘട്ടത്തിനൊക്കെ ശേഷം കുട്ടികൾ സോഷ്യൽ ഡെവലപ്മെൻറ്റ് വളരെയധികം പുറകോട്ട് പോയിട്ടുണ്ട്. ഇന്ന് എത്രയോ കുട്ടികളുടെ അച്ഛനമ്മമാർ നമ്മുടെ അടുത്ത് വന്ന് പറയുന്ന ഒരു കംപ്ലയിൻ്റാണ്, കുട്ടി സംസാരിക്കുന്നില്ല. 3 വയസ്സും 4 വയസ്സുമായ കുട്ടികൾ സംസാരിച്ചു തുടങ്ങുന്നില്ല. അതുപോലെ തന്നെ കുട്ടി ചവയ്ക്കുന്നില്ല, വിഴുങ്ങി വിടുകയാണ് ഭക്ഷണം. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഇപ്പോഴും വളരെ കുറച്ച് ആളുകൾ, വളരെ ചെറിയൊരു ശതമാനം ആളുകൾ കൊണ്ട് നടക്കുന്ന ഒരു കാര്യമാണ്. ബഹുഭൂരിപക്ഷം ആളുകൾക്കും മെഡിക്കൽ ഇൻഷുറൻസ് ഇല്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ മൊബൈൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളത് എപ്പോഴും കംപ്ലീറ്റ് പറയാറുണ്ട്. അവരിൽ നിന്ന് അത് കംപ്ലീറ്റ് ആയിട്ട് എടുത്ത് മാറ്റുക ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് പ്രാക്ടിക്കലായിട്ടുള്ള കാര്യമല്ല. പലപ്പോഴും പഠിക്കുന്ന കുട്ടികൾക്ക് അത്യാവശ്യമായിട്ട് ഇപ്പം ഇന്ന് പല സ്കൂളുകളിൽ വരെ ലാപ്ടോപ്പും അല്ലെങ്കിൽ ടാബുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് പഠന ആവശ്യങ്ങൾക്കായിട്ട്. ഞാൻ ആക്ച്വലി MBBSന് ജോയിൻ ചെയ്യുന്നത് 2001-ലാണ്. 2006-ലാണ് MBBS കഴിഞ്ഞ് പുറത്തിറങ്ങുന്നത്. അതിനുശേഷം PG കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു 2011 മുതലാണ് ഞാനൊരു ഡോക്ടർ എന്നുള്ള രീതിയിൽ പൊതുജനങ്ങൾക്കിടയിൽ ഇറങ്ങി, അല്ലെങ്കിൽ അവരുടെ ഇടയിൽ ഒരാളായിട്ട് ഒരു ഡോക്ടർ ജോലി ചെയ്ത് തുടങ്ങിയത്. അന്നത്തെ കാലത്തൊക്കെ ആക്ച്വലി നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഈ സോഷ്യൽ മീഡിയ ഒന്നും ഇത്രത്തോളം പ്രിവലൻ്റ് അല്ല. അതായത് ഇന്ന് കാണുന്ന വളരെ കുറച്ച് രീതിയിൽ, ഇപ്പോൾ ഓർക്കുട്ടൊക്കെ ആയിരുന്നു അന്ന്, ഫേസ്ബുക്കോ അല്ലെങ്കിൽ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമോ അതൊന്നും ഇല്ല. ഞാൻ ഒബ്സർവ് ചെയ്ത സമയത്ത് അന്നത്തെ ഡോക്ടേഴ്സിൻ്റെ ഒരു ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഹുഭൂരിപക്ഷം ഡോക്ടർമാരും പൊതുജനങ്ങളുമായിട്ട്, അതായത് വരുന്നുണ്ട്, ജോലി എടുക്കുന്നുണ്ട്, ഇപ്പോൾ OP ആണെങ്കിലും വാർഡിലാണെങ്കിലും എല്ലാം ജോലികളൊക്കെ പെർഫെക്റ്റായി ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ കണ്ട അധിക ഡോക്ടർമാരുടെയും ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് കുറച്ച് ഉൾവലിഞ്ഞിട്ടാണ്. സ്വന്തം ജോലി, സ്വന്തം കുടുംബം, സ്വന്തം കാര്യം, അങ്ങനെ ഒരു ചട്ടക്കൂടിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ 4 ചുമരിൻ്റെ ഉള്ളിലുള്ള ഒരു ജീവിതമാണ് ഞാൻ അധിക ഡോക്ടർമാർക്കും കണ്ടിട്ടുണ്ടായിരുന്നത്. അവരധികം ഒന്നും പൊതു കാര്യങ്ങളിൽ ഇടപെടുന്നത് കാണാറുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ പൊതു വിഷയങ്ങളിൽ അഭിപ്രായം പറയുന്നത് കാണാറുണ്ടായിരുന്നില്ല. പൊതുജനവും അതെ, ഡോക്ടർമാരെ എന്ന് പറയുമ്പോൾ ഇതിലൊന്നും ഇടപെടേണ്ട ആളുകളല്ല എന്നുള്ള രീതിയിലാണ് തിരിച്ചും കണ്ടിരുന്നത്. സോ എനിക്ക് അതിനോട് എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നി. കാരണം ആ രീതിയിൽ അങ്ങനെ ജീവിച്ചു പോവേണ്ട ആളുകളല്ല ഡോക്ടർമാർ എന്ന് എനിക്ക് തോന്നി. കാരണം നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി അറിയുക, അതിൽ കൃത്യമായ അഭിപ്രായം ഉണ്ടാവുക, ആ അഭിപ്രായം തുറന്നു പറയുക. ഇത് ഏതൊരു ജോലി ചെയ്യുന്ന ഒരാളും ഈ ഒരു രാജ്യത്ത് ജീവിക്കുന്ന ഒരു പൗരൻ അല്ലെങ്കിൽ പൗര എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ടുകൂടിയാണ് സോഷ്യൽ മീഡിയയെ ഉപയോഗിച്ചിട്ട്, ഇപ്പം ഞാൻ എൻ്റെ 2015 സമയത്ത് ഒരു 15-16 ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയ ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി ആളുകളോട് സംസാരിക്കാനും, അവർക്ക് പറയാനുള്ളത് കേൾക്കാനും, നമുക്ക് പറയാനുള്ളത് അവരോട് പറയാനും ഒക്കെ ഉള്ളൊരു മീഡിയമായിട്ട് ഞാൻ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ടുണ്ട്. സോ എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ കുറേ മാറി കേട്ടോ. കാരണം ഇന്ന് അതുപോലെയല്ല ഡോക്ടർമാരുടെ ജീവിതം. ഇപ്പം നിങ്ങൾക്ക് അറിയാൻ, എല്ലാവരും വളരെയധികം സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവാണ്. അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ ഡാൻസ് കളിക്കുന്ന ഡോക്ടർമാരെ നമ്മൾ കാണുന്നു, പാട്ട് പാടുന്ന ഡോക്ടർമാരെ നമ്മൾ കാണുന്നു. അപ്പോൾ ആ പണ്ടുണ്ടായിരുന്ന ആ ഒരു ചട്ടക്കൂടിൽ നിന്ന് കുറേ ഡോക്ടർ സമൂഹം പുറത്തേക്ക് വന്നിട്ടുണ്ട്. അത് വളരെ നല്ലൊരു മാറ്റമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അതിൽ സോഷ്യൽ മീഡിയയ്ക്ക് വലിയൊരു പങ്കും ഉണ്ടായിട്ടുണ്ട്. ബേസിക്കലി നമ്മളങ്ങനെ മാറി നിൽക്കേണ്ട ഒരു സമൂഹമല്ല, അല്ലെങ്കിൽ വലിഞ്ഞു പോവേണ്ട സമൂഹമല്ല. കാരണം ഇന്ന് ഇപ്പോൾ ഡോക്ടർമാർക്കിടയിലും അല്ലെങ്കിൽ പേഷ്യൻസിൻ്റെ ഇടയിലൊക്കെ കാണുന്ന പല പ്രശ്നങ്ങൾക്കും ഞാൻ മനസ്സിലാക്കുന്ന റൂട്ട് കോസ് എന്ന് പറയുന്നത് ലാക്ക് ഓഫ് പ്രോപ്പർ കമ്മ്യൂണിക്കേഷനാണ്. നമ്മളെന്തോ ഒരു വേറെ ആളുകളായി മാറി നിൽക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് നമ്മളിലേക്കുള്ളൊരു അപ്രോച്ചബിലിറ്റി, അല്ലെങ്കിൽ അവർക്ക് നമ്മളിലേക്ക് എത്താനുള്ള ഒരു വിമുഖത പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഈ ഒരു ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ പല സന്ദർഭങ്ങളിലും പല തെറ്റിദ്ധാരണകളിലേക്കും അല്ലെങ്കിൽ ഒരു ക്ലാഷിലേക്കും ഫ്രിക്ഷനിലേക്കൊക്കെ പോകുന്ന ഒരു സന്ദർഭങ്ങൾ പലതവണ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പൊതുജനങ്ങളുമായിട്ട് കുറച്ചുകൂടി ഒരു ഈസി കമ്മ്യൂണിക്കബിലിറ്റി നമുക്ക് ഇത്തരത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്നെനിക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ടുകൂടിയാണ് ആസ് എ സിറ്റിസൺ, ലൈക്ക് ഒരു ഡോക്ടർ എന്നുള്ള രീതിയിലല്ല, ഇവിടെ ജീവിക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ നമുക്ക് എല്ലാത്തിനെയും പറ്റി നമുക്ക് പ്രോപ്പറായിട്ടുള്ളൊരു ബോധ്യം വേണം, അഭിപ്രായങ്ങൾ വേണം. അത് തുറന്ന് പറയണോ പറയണ്ടയോ എന്നുള്ളത് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. അത് പറയാൻ തീരുമാനിക്കുക എന്നുള്ളത് എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു ചോയ്സായിരുന്നു. കഴിഞ്ഞ വർഷം, അതായത് 2023 മാർച്ചിലാണ് ഞാൻ കേരളത്തിൽ നിന്ന് ഷാർജയിലേക്ക് ഫ്ലൈറ്റ് കയറി അവിടെ ജോലി ചെയ്യാൻ തുടങ്ങുന്നത്. അതായത് ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നത് ഷാർജയിൽ മെഡ്കെയർ ഹോസ്പിറ്റലിലാണ്. അതുവരെ ഞാൻ വർക്ക് ചെയ്തത് 2011 മുതൽ ഈ പറയുന്ന 2023 വരെ ഞാൻ ജോലി എടുത്തത് കേരളത്തിൽ തന്നെയായിരുന്നു.
എന്തുകൊണ്ട് ഇവിടെ നിന്ന് പുറത്തു പോയി ജോലി ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും കേരളത്തിൽ വർക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടോ അല്ലെങ്കിൽ ഇവിടെ ഉണ്ടായ ചില ബുദ്ധിമുട്ടുകൾ ഒരിക്കലും അല്ല. എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഒരു ചിന്ത എന്ന് പറയുന്നത്, ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് വന്നപ്പോൾ ഞാൻ പലതവണ ആലോചിച്ചു. കാരണം ഞാൻ വർക്ക് ചെയ്തിരുന്നത് പാലക്കാട് നെന്മാറ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ അവൈറ്റിസ് എന്ന് പറയുന്ന ഹോസ്പിറ്റലായിരുന്നു. വളരെ വളരെ കംഫർട്ടബിൾ ആയിരുന്നു ഞാൻ അവിടെ. എനിക്ക് നല്ല പേഷ്യൻസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ആ ഹോസ്പിറ്റലിലെ സിറ്റുവേഷൻസ് എല്ലാം വളരെ നല്ലതായിരുന്നു. സോ പോകണോ എന്ന് ഞാൻ പലതവണ ആലോചിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പോകണം എന്നുള്ളൊരു തീരുമാനം ഞാൻ എടുക്കാനുള്ള കാരണം ബേസിക്കലി ഞാൻ കേരളത്തിന് പുറത്ത് ഞാൻ എൻ്റെ DNB ചെയ്തത് ബാംഗ്ലൂരാണ്. അതിനപ്പുറത്തേക്ക് ഞാൻ പോയിട്ടോ അല്ലെങ്കിൽ ജോലി ചെയ്തിട്ടോ ഇല്ല. അത് പോയിട്ടുണ്ട്, പക്ഷേ ജോലി ചെയ്തിട്ടില്ല. എന്താണ് ഈ പുറം രാജ്യങ്ങളിലൊക്കെ സംഭവിക്കുന്നത് എന്ന് അറിയാനുള്ളൊരു ചെറിയ കൗതുകം എനിക്കുണ്ടായിരുന്നു. സോ ഞാൻ വിചാരിച്ചു, ഇപ്പോൾ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ കേരളത്തിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ കാണുന്നതെല്ലാം മലയാളികളെയാണ്. നമ്മൾ കാണുന്ന രോഗങ്ങൾ ഒരു തരത്തിലുള്ള രോഗങ്ങളാണ്. നമ്മുടെ പരിതസ്ഥിതികളൊക്കെ വളരെ സമാനമാണ്. എന്നാൽ പുറം രാജ്യത്ത്, ഇപ്പോൾ വേറൊരു രാജ്യത്ത് നിങ്ങൾ പോയി വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ കാണുന്ന രോഗികൾ പല രാജ്യങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ചിട്ട് UAE പോലെയുള്ള ഒരു രാജ്യത്ത് നിങ്ങൾക്കറിയാം ഏറ്റവും കൂടുതൽ പല രാജ്യങ്ങളിൽ നിന്ന് വന്ന് ജീവിക്കുന്ന ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെയുള്ള രോഗങ്ങൾ വ്യത്യസ്തമായിരിക്കും, അവിടെയുള്ള മെഡിക്കൽ പ്രാക്ടീസസ് വ്യത്യസ്തമായിരിക്കും, രോഗികൾ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ അത് ജീവിതത്തിൽ ഒരു എക്സ്പീരിയൻസ് ആണ്. എനിക്കിപ്പോൾ ഞാൻ കാലാകാലം അവിടെ നിൽക്കാൻ വേണ്ടി പോയ ഒരാളല്ല. കുറച്ച് വർഷങ്ങൾ അവിടെ നിൽക്കുക, അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കുക, ഒരു കുറച്ചുകൂടി എക്സ്പോഷർ നേടുക, തിരിച്ചു വരിക എന്നുള്ളൊരു പ്ലാനിലാണ് ഞാൻ പോയത്. ഇപ്പോഴും ആ പ്ലാനിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഞാനെടുത്ത തീരുമാനം ശരിയായിരുന്നു എന്നുള്ളത് എനിക്ക് കാലക്രമേണ മനസ്സിലായി. കാരണം ഞാൻ ഈ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ പല നാഷണാലിറ്റീസ് എന്നുള്ള പേഷ്യൻസ് ആണ് വരിക. അപ്പോൾ അത് തന്നെ ആക്ച്വലി നമുക്കൊരു പുതിയ അനുഭവമാണ്. അപ്പോൾ അതായത് നിങ്ങൾ ആദ്യം കാണുന്ന പേഷ്യൻസ് ചിലപ്പോൾ റഷ്യയിൽ നിന്നുള്ള പേഷ്യൻ്റ് ആയിരിക്കും. അവരെ നമ്മൾ കാണുന്നു, അവരുടെ കൾച്ചർ, അവരുടെ സംസ്കാരമൊക്കെ വ്യത്യസ്തമാണ്. അത് കഴിഞ്ഞ് ആ പേഷ്യൻ്റ് പോയി പിന്നെ വരുന്നത് ഒരു ഫിലിപ്പിനോ പേഷ്യൻ്റ് ആയിരിക്കും. സോ നമുക്കിങ്ങനെ നിങ്ങളൊരു 10 പേഷ്യൻറ്റിനെ കാണുമ്പോൾ അതിലൊരു 5 or 6 രാജ്യങ്ങളിൽ നിന്നുള്ള പേഷ്യൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കാനും ഓരോരുത്തരും വളരെയധികം വ്യത്യസ്തരാണ്. സോ അതൊക്കെ ഒരു പുതിയ അനുഭവമായിരുന്നു. സോ ഇതായിരുന്നു എന്നെ വേറൊരു പ്രത്യേകിച്ച് UAE പോലെ ഒരു രാജ്യത്തേക്ക് പോകാനും അവിടെ പ്രാക്ടീസ് ചെയ്യാനും എന്നെ പ്രചോദിപ്പിച്ച ഒരു കാര്യം. UAE ഒരു മെഡിക്കൽ പ്രാക്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രാക്ടീസ് എല്ലാം ഒന്ന് തന്നെയാണ്. ഇപ്പോൾ നമുക്കറിയാമല്ലോ, എല്ലാവരും ഇൻ്റർനാഷണൽ ഗൈഡ് ലൈൻസ് വെച്ചിട്ടാണ് എല്ലാത്തിൻ്റെ ട്രീറ്റ്മെൻറ്റും. അതായത് ഇവിടെ ഇപ്പോൾ നമ്മൾ ബ്രോങ്കിയൽ ആസ്മ ഒരു തരത്തിൽ ട്രീറ്റ് ചെയ്യുന്നു, അവിടെ വേറെ തരത്തിൽ ട്രീറ്റ് ചെയ്യുന്നു. അങ്ങനെയുള്ള വ്യത്യാസങ്ങളൊന്നുമില്ല. എല്ലാവരും ഇൻ്റർനാഷണൽ ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്തിട്ടാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. പക്ഷേ ടെക്നിക്കൽ കാര്യങ്ങളിൽ കുറേ വ്യത്യാസങ്ങളുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഇപ്പോഴും വളരെ കുറച്ച് ആളുകൾ, വളരെ ചെറിയൊരു ശതമാനം ആളുകൾ കൊണ്ടു നടക്കുന്ന ഒരു കാര്യമാണ്. ബഹുഭൂരിപക്ഷം ആളുകൾക്കും മെഡിക്കൽ ഇൻഷുറൻസ് ഇല്ല. എന്നാൽ ആ രാജ്യത്ത് അങ്ങനെയല്ല. അവിടെ ബഹുഭൂരിപക്ഷം ആളുകൾക്ക് മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ട്, വളരെ ചെറിയൊരു ശതമാനത്തിന് മാത്രമാണ് അതില്ലാത്തത്. സോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മുടെ നാട്ടിലെ നമുക്കുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു പേഷ്യൻ്റ് വരുന്ന സമയത്ത് നമുക്കൊരു ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് മെഡിക്കൽ ഇൻഷുറൻസിൽ കവേർഡ് ആണോ അല്ലയോ എന്നൊന്നും വിചാരിച്ചിട്ടല്ല നമ്മൾ ചെയ്യുന്നത്. നമുക്ക് കുറച്ചും കൂടി ഫ്രീഡം ഉണ്ട്. അതായത് കേരളത്തിലും ഇന്ത്യയിലൊക്കെ ഇപ്പോൾ നമുക്കൊരു രോഗം കണ്ടുപിടിക്കാൻ ഈ ടെസ്റ്റ് അത്യാവശ്യമാണ് എന്ന് തോന്നിയാൽ വി ആർ ഫ്രീ ടു ഡു ദാറ്റ്. ലൈക്ക് ആ പേഷ്യൻസിനെ നമ്മൾ പറഞ്ഞ് കൺവിൻസ് ചെയ്യണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്നാൽ UAE വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ മെഡിക്കൽ ഇൻഷുറൻസ് ഒരു വലിയ പാർട്ടാണ്. നമ്മൾ ചെയ്യുന്ന ഓരോന്നും അവർ പ്രത്യേകം മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ ഒരു ടെസ്റ്റ് നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞ് നമുക്ക് സജസ്റ്റ് ചെയ്യാനേ സാധിക്കുകയുള്ളൂ. അതിൻ്റെ ഒരു അപ്രൂവൽ വരുന്നവരെ പലപ്പോഴും നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ ഒരു ഫ്രീഡം കുറച്ച് ലിമിറ്റഡ് ആണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് അവർ കൂടി ഒരു വലിയ പാർട്ടാണ് നമ്മുടെ മെഡിക്കൽ മാനേജ്മെൻറ്റിൽ. എന്നാൽ അവർ ഇത് ചെയ്യണ്ട എന്ന് പറയുമെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ എങ്കിൽ പോലും അവരെ കൂടി കണക്കിലെടുത്ത് അല്ലെങ്കിൽ അവരുമായി കൂടി ഇൻട്രാക്ട് ചെയ്തിട്ടൊക്കെയാണ്. അവിടെയും ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മളൊരു പേഷ്യൻറ്റിന് ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അവിടുത്തെ മെഡിക്കൽ ഇൻഷുറൻസിലെ ഡോക്ടറുമായിട്ട് സംസാരിച്ച് അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടൊക്കെയാണ് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. സോ അങ്ങനെ ഒരു ടെക്നിക്കൽ ഡിഫിക്കൽട്ടി അല്ലെങ്കിൽ ഒരു ഡിഫറൻസ് എന്ന് പറയാൻ സാധിക്കില്ല, ഡിഫറൻസ്. പക്ഷേ ഒരു പരിധിവരെ ചിലപ്പോൾ നോക്കുമ്പോൾ നമുക്ക് നല്ലതുമാണ്. പലപ്പോഴും നമ്മളിവിടെ വേണ്ടതും വേണ്ടാത്തതുമായിട്ടുള്ള പല ടെസ്റ്റുകളും നമ്മൾ കാർഡടച്ച് വെടിവെക്കുക എന്ന് പറയുന്ന പോലെയൊക്കെ പലപ്പോഴും ചെയ്യാറുണ്ട്. അവിടെ നമുക്ക് അതിന് സാധിക്കില്ല. നമ്മൾ ചെയ്യുന്ന ഓരോ ടെസ്റ്റും എന്തിന് നമ്മൾ ചെയ്യുന്നു എന്നുള്ളത് അവരെ ബോധ്യപ്പെടുത്താൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേണ്ട ടെസ്റ്റുകളും കാര്യങ്ങളും മാത്രമേ നമ്മൾ ചെയ്യുകയുള്ളൂ. അതുപോലെ ആൻറ്റിബയോട്ടിക്കുകൾ നമുക്ക് തോന്നുന്ന പോലെ മാറ്റാൻ സാധിക്കില്ല. ഇപ്പോൾ നമുക്കൊരു ആൻറ്റിബയോട്ടിക്കിൽ നിന്ന് അത് ഹൈക്കപ്പ് ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ വി ഹാവ് ടു കൺവിൻസ് ദം. സോ അതൊക്കെ ഒരു പരിധിവരെ നല്ലൊരു പ്രാക്ടീസ് കൂടിയാണ്. ഇതാണ് ഞാൻ ഒബ്സർവ് ചെയ്ത പ്രധാനപ്പെട്ട ഒരു ഡിഫറൻസ്. നമ്മൾ നമ്പർ 1 കേരളം എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും വാക്സിനേഷൻ്റെ കാര്യത്തിൽ ഇപ്പോഴും നമ്മൾ പുറകോട്ട് നടക്കുകയാണോ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പലപ്പോഴും സങ്കടം തോന്നിയിട്ടുണ്ട്. കാരണം നമുക്ക് വളരെ ചെറിയ ഇപ്പോൾ ഒരു ഡിഫ്തീരിയ, നമ്മൾ തൊണ്ടമുള്ള എന്ന് പറയുന്ന ഒരു അസുഖം,
ഞാനൊന്നും പഠിക്കുന്ന സമയത്ത്, ഞാൻ പീഡിയാട്രിക്സ് PG ചെയ്യുന്ന സമയത്ത് പോലും ഞാൻ ആ ഒരു കേസ് കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടറായിട്ടൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയുള്ള കേസുകൾ കാണാൻ തുടങ്ങി. സത്യത്തിൽ അത് സംഭവിക്കാൻ പാടില്ലാത്ത ഒന്നാണ്. കാരണം നമ്മൾ പോളിയോ ഇറാഡിക്കേറ്റ് ചെയ്ത പോലെ തന്നെ നമ്മൾ കൂടുതൽ അസുഖങ്ങൾ നമ്മുടെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കുകയാണ് വേണ്ടത്. കാരണം നമ്മൾ മെഡിക്കൽ രംഗത്ത് മുന്നോട്ടാണ് പോകുന്നത്. പക്ഷേ ഇപ്പം നമ്മൾ കാണുന്ന ഒരു വൈരുദ്ധ്യാത്മകമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഉണ്ടാവാതെ ഇരുന്നിരുന്ന പല രോഗങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് ഇവിടെ നിന്ന് തുടച്ചു നീക്കിയിരുന്ന പല രോഗങ്ങളും ഇപ്പോൾ തല പൊക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പല രോഗങ്ങളും തിരിച്ചു വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൽ പലതാണ് ഇപ്പോൾ 5-ാം പനി, മീസിൽസ്, കണ്ടവീക്കം എന്ന് നമ്മൾ പറയുന്ന മംസ്, അതുപോലെ തന്നെ ഇത്തരത്തിൽ ഈ തൊണ്ടമുള്ള എന്ന് പറയുന്ന ഡിഫ്തീരിയ. ഇതെല്ലാം ഇപ്പോൾ DPT പോലെയുള്ള ഒരു ട്രിപ്പിൾ ആൻറ്റിജൻ വാക്സിൻ നമ്മൾ എല്ലാ കുട്ടികൾക്കും കൊടുക്കുന്നതാണ്. അതുവഴി നമുക്ക് കംപ്ലീറ്റ്ലി പ്രിവെൻറ്റബിൾ ആയിട്ടുള്ളൊരു ഡിസീസാണ് ഡിഫ്തീരിയ. എന്നാൽ എന്തുകൊണ്ട് അതെന്ന് തിരിച്ചു വരുന്നു? ഇന്നത്തെ ഒരു പ്രശ്നം, ഇന്ന് വാക്സിൻ വിരുദ്ധ, ഞാൻ പറഞ്ഞല്ലോ, സോഷ്യൽ മീഡിയയ്ക്ക് 2 ഭാഗങ്ങളുണ്ട്. നല്ല വശവും ഉണ്ട്, ചീത്ത വശവും ഉണ്ട്. അപ്പോൾ നമുക്ക് സോഷ്യൽ മീഡിയയിൽ പല കാര്യങ്ങൾക്കും ഒരു കൺട്രോൾ ഇല്ല. ഇന്ന് വാക്സിൻ വിരുദ്ധർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന അവരുടെ മീഡിയം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയാണ്. ഇപ്പോൾ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ, അതായത് ഒരു വാക്സിൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പ്രശ്നം വരും, ഈ പ്രശ്നം വരും, നിങ്ങൾക്ക് ഇൻഫെർട്ടിലിറ്റി, അതായത് വന്ധ്യത വരും നിങ്ങളുടെ കുട്ടികൾക്ക് എന്നൊക്കെ പറഞ്ഞ് ഈ അച്ഛനമ്മമാരെ തെറ്റിദ്ധരിപ്പിച്ച് അവരെ വാക്സിൻ കൊടുക്കുന്നതിൽ നിന്ന് പുറകോട്ട് വലിക്കുന്നതിൽ ഈ സോഷ്യൽ മീഡിയ വഴി ഇവർ നല്ല രീതിയിൽ വിജയിച്ചിട്ടുണ്ട് പല ആളുകളും. ഇപ്പോൾ ഈ നാച്ചുറോപ്പതി അല്ലെങ്കിൽ എന്താ പറയുക, പ്രകൃതിവാദം എന്നൊക്കെ പറഞ്ഞു വരുന്ന പലരും അവരുടെയൊക്കെ പിൻഭാഗത്തുള്ളത് വാക്സിൻ വിരുദ്ധതയും ഇത്തരത്തിൽ ഇതിനും ബലിയാടാവുന്നത് പാവപ്പെട്ട അച്ഛനമ്മമാരുമാണ്. ഇതിൽ എനിക്കുണ്ടായ ഞാൻ ഇപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുന്ന ഒരു ഇൻസിഡൻ്റ് ഉണ്ട്. ഞാൻ അന്ന് പെരിന്തൽമണ്ണ മൗലാന ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്യുന്നത്. അന്ന് MR ക്യാമ്പയിൻ നടക്കുന്ന സമയമായിരുന്നു. അതായത് ഈ റുബെല്ല നിങ്ങൾക്കറിയാലോ. ഇപ്പോൾ റുബെല്ല പനി എന്ന് പറയുന്നത്, ഇപ്പോൾ നമുക്കോ നിങ്ങൾക്കോ എനിക്കോ ഈ റുബെല്ല പനി വന്നു പോയി കഴിഞ്ഞാൽ അതൊരു സാധാരണ വൈറൽ പനി പോലെ വന്നു പോകുന്ന അസുഖമാണ്. എന്നാൽ ഗർഭിണിയായിട്ടുള്ള ഒരു സ്ത്രീക്ക് ആദ്യത്തെ 3-4 മാസങ്ങളിൽ ഈ റുബെല്ല പനി വന്നു കഴിഞ്ഞാൽ അത് ഗർഭസ്ഥ ശിശുവിനെ വളരെ മോശമായ രീതിയിൽ ബാധിക്കും. ആ കുട്ടി പലപ്പോഴും കേൾവിയില്ലാതെയും കാഴ്ചശക്തി ഇല്ലാതെയും ഹൃദ്രോഗമൊക്കെ ആയിട്ടായിരിക്കും ജനിക്കുന്നത്. അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാൻ എല്ലാ പെൺകുട്ടികൾക്കും റുബെല്ല വാക്സിൻ കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഗവൺമെൻറ്റിൻ്റെ ക്യാമ്പയിൻ, MR ക്യാമ്പയിൻ അന്ന് നിലവിൽ വരികയുണ്ടായി. അപ്പോൾ ഗവൺമെൻറ് ആശുപത്രിയിലെ ഡോക്ടർമാരും ഞങ്ങൾ പ്രൈവറ്റ് ആശുപത്രിയിലെ ഡോക്ടർമാരും എല്ലാവരും പല സ്കൂളുകളിൽ പോയി ഈ MR വാക്സിൻ ഈ പെൺകുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു ക്യാമ്പയിൻ ആയിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ഒരു സ്കൂളിൽ ഇതിൻ്റെ ഭാഗമായിട്ട് പോയപ്പോൾ വാക്സിൻ എടുക്കാനുള്ള കുട്ടികളുടെ കൂട്ടത്തിൻ്റെ അത്ര തന്നെ വലിയൊരു കൂട്ടം അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇത് ആ കുട്ടികൾക്ക് അച്ഛനമ്മമാർ വാക്സിൻ കൊടുക്കാനുള്ള സമ്മതപത്രം എഴുതി കൊടുത്തിട്ടില്ല. അതായത് കൺസെൻറ്റ് ഫോം വേണം, നമുക്ക് പോയി അങ്ങ് കൊടുക്കാൻ പറ്റില്ല. അച്ഛനമ്മമാർ ഇത് കൊടുക്കാൻ ഞങ്ങൾക്ക് സമ്മതമാണ് എന്ന് എഴുതിയ കൺസെൻറ്റ് ഫോം ഉണ്ടെങ്കിൽ മാത്രമേ ഈ കുട്ടികൾക്ക് ഇത് കൊടുക്കാൻ പറ്റൂ. അപ്പോൾ എത്ര കുട്ടികൾക്ക് കൊടുക്കാനുണ്ടായിരുന്നോ അത്രത്തോളം കുട്ടികൾ അവിടെ അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. ഇത് കൊടുക്കാൻ പാടില്ല, അതായത് കൺസെൻറ്റ് ഫോം കിട്ടാത്ത കുട്ടികൾ, അതായത് അവരുടെ അച്ഛനമ്മമാർക്ക് എന്തോ ഭയം കാരണം ഈ MR വാക്സിൻ കൊടുക്കണ്ട എന്നാണ് അവർ തീരുമാനിച്ചത്. സോ ഞങ്ങൾക്ക് വേറെ വഴിയൊന്നുമില്ല, ഈ കൺസെൻറ്റ് ഫോം ഉള്ള കുട്ടികൾക്ക് കൊടുത്ത് ഞങ്ങൾ ഇറങ്ങാൻ തുടങ്ങുന്ന സമയത്ത് ഈ കൊടുക്കേണ്ട എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആ ഗ്രൂപ്പിലെ കുറച്ച് കുട്ടികളെ ഒരു റെപ്രസെൻറ്റേറ്റീവ്സ് പോലെ അവരൊരു 4-5 പെൺകുട്ടികൾ ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഡോക്ടറെ ഞങ്ങൾക്ക് ഈ വാക്സിൻ കൊടുക്കാൻ, ഞങ്ങൾക്ക് ഈ വാക്സിൻ വേണം, എന്നാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ പാരൻസ് ഇതിന് കൺസെൻറ്റ് ഫോം തന്നിട്ടില്ല, നിങ്ങൾക്കിത് അവരെ അറിയാതെ ഞങ്ങൾക്ക് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ആക്ച്വലി എനിക്ക് വളരെ സങ്കടം തോന്നി. കാരണം ഈ MR വാക്സിനെ പറ്റിയിട്ട് ഒരു ക്ലാസ് എടുത്തിട്ടാണ് നമ്മൾ ഇവർക്ക് എല്ലാവർക്കും ഈ വാക്സിൻ കൊടുക്കുന്നത്. അപ്പോൾ ഈ ക്ലാസ് ഈ കുട്ടികൾ കേട്ടിട്ടുണ്ട്, അവർക്ക് ഇതിനെപ്പറ്റി അറിയാം, അവർക്കിത് വേണം. പക്ഷേ അവരുടെ അച്ഛനമ്മമാർക്ക് കൺസെൻറ്റ് കൊടുക്കാത്തത് കൊണ്ട്, അപ്പോൾ ഞങ്ങളോട് വന്നിട്ട് ആ ഒരു കുട്ടികൾ ഇങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ വളരെയധികം ഹെൽപ്ലെസ് ആയി പോയൊരു സിറ്റുവേഷൻ ആയിരുന്നു അത്. കാര്യം അവരോട് എന്ത് പറയണം നമ്മൾ? കാരണം ആ കുട്ടികൾക്കുള്ള ബോധം പോലും അച്ഛനമ്മമാർക്കില്ല എന്നുള്ളൊരു വിഷമം, വല്ലാത്തൊരു സങ്കടമായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ആ കുട്ടികൾക്ക് വാക്സിനേഷൻ കൊടുക്കാൻ സാധിച്ചില്ല. പക്ഷേ ഇതെന്നും ഞാനിങ്ങനെ എൻ്റെ മനസ്സിൽ നിൽക്കും. കാര്യം ആ കുട്ടികളെ ഞങ്ങളുടെ അടുത്ത് വന്ന് ചോദിച്ചത് അത് വല്ലാത്തൊരു ഹൃദയത്തിൽ തട്ടിയൊരു അനുഭവമായിരുന്നു. സാങ്കല്പികമായിട്ടുള്ളൊരു ചോദ്യമാണ്. എന്തെങ്കിലും കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി ആവാൻ സാധിക്കുകയാണെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഒരു ഡോക്ടർ എന്നുള്ള രീതിയിൽ ഞാൻ സർക്കാർ മേഖലയിൽ അധികം പ്രവർത്തിച്ചിട്ടില്ല. എൻ്റെ PGക്ക് ശേഷം പേരൂർക്കട ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ ഞാൻ 1 വർഷം വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അത് ഞങ്ങളുടെ നിർബന്ധിത ഗ്രാമീണ സേവനത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു. അതിനുശേഷം ഗവൺമെൻറ് മേഖല നമുക്കെപ്പോഴും
അവരുമായിട്ടുള്ള സമ്പർക്കമുണ്ട്, നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് എനിക്ക് ചെയ്യാൻ സാധിക്കുന്ന അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ഇന്നത്തെ അവസ്ഥയിൽ ഗവൺമെൻറ് ഡോക്ടർമാരെ പോലെ ഓവർ ബേർഡൻഡ് ആയിട്ടുള്ള ഡോക്ടർമാരുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പലപ്പോഴും അവരെ ഒരു മനുഷ്യരായിട്ട് പോലും കണക്കാക്കാനുള്ള ഒരു മാനസിക സ്ഥിതി പലർക്കും ഉണ്ടാവാറില്ല. പല സ്ഥലങ്ങളിലും ഡോക്ടർമാരില്ല, അല്ലെങ്കിൽ ഡോക്ടർമാരുടെ ഭാഗത്തുനിന്ന് പലതരം പിഴവുകൾ ഉണ്ടാവുന്നു എന്നുള്ള വാർത്തകൾ വളരെ വലുതായി നമ്മൾ കൊടുക്കുമ്പോഴും അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്താണ് എന്നുള്ളത് പലരും ചിന്തിക്കുന്ന പോലുമില്ല. ഒരു ഒ പിയിൽ, പല PHCകളിലും പല ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലും താലൂക്ക് ഹോസ്പിറ്റലും ഒക്കെ ഒ പിയിലിരിക്കുന്ന ഒരു ഡോക്ടറെ കാണുന്നത് ഒരു ദിവസം 300-400 പേഷ്യൻസിനെയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി നോക്കൂ. ഒരു പേഷ്യൻ്റ് വന്ന് സാധാരണ രീതിയിൽ തന്നെ ഒരു 10 മിനിറ്റെങ്കിലും ഒരു പേഷ്യൻറ്റിൻ്റെ കൂടെ ചെലവഴിക്കാതെ ആ പേഷ്യൻറ്റിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാനും പ്രോപ്പറായിട്ട് ആ പേഷ്യൻറ്റിനെ എക്സാമിൻ ചെയ്യാനും അവർക്ക് വേണ്ട മരുന്നുകൾ കുറിച്ച് കൊടുക്കാനും ഒരു 10 മിനിറ്റെങ്കിലും ഒരു മനുഷ്യന് ആവശ്യമല്ലേ? ഈ ഒരു 10 മിനിറ്റ് പോലും, 10 മിനിറ്റ് പോയിട്ട് എനിക്ക് തോന്നുന്നു ഒരു 1-2 മിനിറ്റ് പോലും ഒരു പേഷ്യൻറ്റിന് കൊടുക്കാൻ ഇന്ന് പല സർക്കാർ ഡോക്ടർമാർക്കും ഇല്ല. അപ്പോൾ അങ്ങനെ ഒരു സന്ദർഭത്തിൽ അവരിൽ നിന്ന് പലപ്പോഴും തെറ്റുകൾ ഉണ്ടാകുന്നത് മനുഷ്യസഹജമായിട്ടുള്ള കാര്യമാണ്. ഇതിനെ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സോ അതുകൊണ്ട് ഈ ഡോക്ടർ പേഷ്യൻ്റ് അനുപാതം എന്ന് പറയുന്നത് വലിയൊരു കൺസേൺ തന്നെയാണ്. പലപ്പോഴും നമ്മൾ ഇരുട്ടുകൊണ്ട് വോട്ടടയ്ക്കുക എന്ന് പറയുന്ന കാര്യങ്ങളാണ്. ഒരു ഡോക്ടറുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതിപ്പോൾ ഡോക്ടർമാരുടെ മാത്രം കാര്യമൊന്നുമല്ല, ഇപ്പോൾ ഒരു നഴ്സുമാരാണെങ്കിലും ശരി, അറ്റൻഡർമാരാണെങ്കിലും ശരി, ഇവരുടെ അനുപാതം പേഷ്യൻസിൻ്റെ നമ്പർ വളരെ വലിയ രീതിയിൽ കുതിച്ചു ഉയർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിന് തുല്യമായിട്ട് അല്ലെങ്കിൽ അതിന് ആനുപാതികമായിട്ട് ഇവിടെ ഡോക്ടർമാരുടെ നമ്പറുകൾ കൂടണം, അറ്റൻഡർമാരുടെ നമ്പറുകൾ കൂടണം, നഴ്സിംഗ് സ്റ്റാഫുകളുടെ നമ്പർ കൂടണം. ഇതെല്ലാം കൂടിയാൽ മാത്രമേ ഈ കൃത്യമായ ഒരു ക്വാളിറ്റി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ഇവിടെ പേഷ്യൻസിൻ്റെ നമ്പർ മാത്രമാണ് കൂടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ക്വാളിറ്റി കുറയാനുള്ള സാധ്യതയുണ്ട്. സോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ പലപ്പോഴും ഡോക്ടർമാരെയും നഴ്സുമാരെയും ഒക്കെ സസ്പെൻഡ് ചെയ്തും അല്ലെങ്കിൽ സ്ഥലം മാറ്റിയും ആളുകളുടെ കണ്ണിൽ പൊടിയിടുന്ന ഒരു സംഭവമാണ് പലപ്പോഴും ഞാൻ കാണാറുള്ളത്. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ നിർത്തലാക്കണം. ഇത്തരത്തിൽ ഒരു ഡോക്ടർക്ക് ഒരു രോഗിക്ക് അവകാശപ്പെടുന്ന സമയം കൊടുക്കാനും, അതുപോലെ തന്നെ ഒരു ഡോക്ടർമാരുടെ ഇത്തരത്തിലുള്ളൊരു ഓവർ ബേർഡൻ അവരുടെ തലയിൽ നിന്ന് എടുത്ത് മാറ്റാനും, കൂടുതൽ ആളുകളെ, കൂടുതൽ ഡോക്ടർമാരെ PSC ലിസ്റ്റിൽ നിന്നും അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ റിക്രൂട്ട് ചെയ്യാനും കുറച്ചുകൂടി ഒരു ബെറ്റർ മെഡിക്കൽ കെയർ കൊടുക്കാനൊക്കെയാണ് ഞാൻ ആദ്യം ശ്രമിക്കുക. ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ പല ഡോക്ടർമാർക്കും അത് സന്തോഷം കൊടുക്കുന്ന എക്സ്പീരിയൻസ് ആയിരിക്കും. പക്ഷേ എന്നെ സംബന്ധിച്ചിട്ട് അത് അത്ര സന്തോഷം തന്നൊരു എക്സ്പീരിയൻസ് അല്ല. ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് ഞാൻ DNB ചെയ്യുന്ന സമയത്താണ്. ഞാൻ ബാംഗ്ലൂർ ബാപ്റ്റിസ്റ്റ് ഹോസ്പിറ്റലായിരുന്നു എൻ്റെ DNB ചെയ്യുന്നുണ്ടായിരുന്നു. ആ സമയത്തുണ്ടായൊരു സംഭവമാണ്. പലർക്കും അറിയാം, ഈ ഡോക്ടർമാർ, നിങ്ങൾക്ക് അറിയുന്ന നിങ്ങളുടെ ഫാമിലിയിൽ ഒരു ഡോക്ടർ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സുഹൃത്തായിട്ടൊരു ഡോക്ടർ ഉണ്ടെങ്കിൽ, നമുക്ക് വീട്ടിൽ എന്തെങ്കിലും ചെറിയ ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഒരു വാട്സപ്പ് മെസ്സേജ് ഇടുന്നതോ അല്ലെങ്കിൽ വിളിക്കുന്നതോ ആ ഡോക്ടറായിരിക്കും. പ്രത്യേകിച്ചിട്ട് കുട്ടികളുടെ ഡോക്ടറാണെങ്കിൽ പറയും വേണ്ട. കുട്ടിക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ അവരെ വിളിക്കും. നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത് പറ്റുമെങ്കിൽ ഒരു ഓൺലൈനായിട്ട് നമുക്ക് വാട്സപ്പിലൂടെ വേണ്ട മരുന്നുകളൊന്ന് പ്രിസ്ക്രൈബ് ചെയ്ത് തന്നാൽ ബുദ്ധിമുട്ടില്ല എന്നുള്ള രീതിയിലാണ് പലരും ഡോക്ടർമാരെ അപ്രോച്ച് ചെയ്യാറുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ ഈ രീതിയിൽ സമീപിക്കുന്ന, അതിപ്പോൾ എൻ്റെ എത്ര അടുത്ത സുഹൃത്തായാലും എത്ര അടുത്ത റിലേറ്റീവ് ആണെങ്കിലും, ഇപ്പം ഞാൻ കുട്ടികളുടെ ഡോക്ടർ ആയതുകൊണ്ട് തന്നെ അവരെന്നോട് ചോദിക്കുന്നത് പലപ്പോഴും കുട്ടികളുടെ അസുഖത്തെ പറ്റിയിട്ടായിരിക്കും. അപ്പോൾ കുട്ടിക്ക് പനിയുണ്ട്, ജലദോഷമുണ്ട്, കഫക്കെട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ അതിന് വേണ്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള മരുന്നുകൾ പറഞ്ഞു കൊടുത്ത് അടുത്ത് പറയുന്ന സെൻറ്റൻസ് എന്ന് പറയുന്നത് എത്രയും വേഗം അടുത്തുള്ള കുട്ടികളുടെ ഡോക്ടറെ കൊണ്ടേ കാണിക്കുക. കാരണം ഒരു കുട്ടിയെ, അത് കുട്ടിയെന്നല്ല ഏതൊരു പേഷ്യൻറ്റിനെയും നമ്മൾ എക്സാമിൻ ചെയ്യാതെ, നേരിട്ട് കാണാതെ, നേരിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാതെ മരുന്ന് പറഞ്ഞു കൊടുക്കുന്നത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. അത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്രയും വേഗം ഈ മരുന്ന് വാങ്ങി, ഇപ്പോൾ പനിക്കുള്ള മരുന്ന് പാരസെറ്റമോൾ വാങ്ങി ഇത്രയും കൊടുത്തോളൂ, ഈ എമൗണ്ടിൽ കൊടുത്തോളൂ. പക്ഷേ നെക്സ്റ്റ് എത്രയും വേഗം തന്നെ അടുത്ത ഡോക്ടറെ കാണിക്കുക. പലർക്കും ഇത് കേൾക്കുന്ന സമയത്ത് ചെറിയ നീരസമൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഞാൻ ഈ പറയുന്ന എൻ്റെ സ്റ്റാൻഡിൽ നിന്ന് മാറാറില്ല. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കുണ്ടായ ഒരു അനുഭവമാണ്. ഞാൻ ഈ പറയുന്ന ഈ DNB ചെയ്യുന്ന സമയത്ത് നമ്മൾ പലതരത്തിലുള്ള പേഷ്യൻസിനെ കാണാറുണ്ട്. നിങ്ങൾക്കറിയാം, ബാംഗ്ലൂർ എന്ന് പറയുമ്പോൾ ഇഷ്ടംപോലെ മലയാളികൾ ഉള്ള സ്ഥലമാണ്. പ്രത്യേകിച്ച് IT മേഖലയിലുള്ള ആളുകളൊക്കെ ധാരാളം ജീവിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ എന്നെ സ്ഥിരമായിട്ട്, ഞാനവിടെ പഠിക്കുകയാണെന്ന് ആലോചിക്കണം, ഞാനവിടെ ഡോക്ടറായിട്ടല്ല വർക്ക് ചെയ്യുന്നത്, ഞാനവിടെ ഒരു സ്റ്റുഡൻ്റായിട്ട് എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് സ്ഥിരമായിട്ട് നമ്മളെ കാണിക്കാൻ വരുന്ന എനിക്കറിയുന്ന ഒരു മലയാളി കപ്പിളും അവരുടെ കുട്ടിയുണ്ടായിരുന്നു. ആ കുട്ടിക്ക് സെറിബ്രൽ പാൽസി എന്ന് പറയും. അതായത് ആ കുട്ടിയുടെ ബുദ്ധിമാന്ദ്യമുള്ള, നടക്കാനൊന്നും സാധിക്കാത്ത, സംസാരിക്കാത്ത ഒരു കുഞ്ഞായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളുള്ള അച്ഛനമ്മമാരോട് നമ്മൾ പലപ്പോഴും കുറച്ച് അടുത്തു പോകും, പ്രത്യേകിച്ച് അവർ മലയാളികളാവുമ്പോൾ. അപ്പോൾ ഇവരാണെങ്കിൽ വളരെ യങ് ആയിട്ടുള്ളൊരു കപ്പിളാണ്. അവരുടെ ആദ്യത്തെ കുട്ടിയാണ്. ആ കുഞ്ഞ് അത്തരത്തിലായി. അപ്പോൾ അവർ പലപ്പോഴും ഈ കുഞ്ഞിനെ ഇടയ്ക്കിടയ്ക്ക് കഫക്കെട്ടും ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ OP വരും. ഞങ്ങൾ അങ്ങനെ പരിചയമുണ്ട്. അപ്പോൾ എൻ്റെ നമ്പറും അവരുടെ കയ്യിലുണ്ട്. അപ്പോൾ എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ വിളിക്കാനാണെന്ന് പറയുമ്പോൾ അന്ന് ഞാൻ എൻ്റെ നമ്പറും കൊടുക്കുമായിരുന്നു. അപ്പോൾ ഒരിക്കൽ ഒരു തവണ
എനിക്ക് ഇവരുടെ ഒരു കോള് വന്നു. എന്നോട് പറഞ്ഞു ഇങ്ങനെ കുഞ്ഞിന് ചെറിയ ഒരു മൂക്കടപ്പും ചെറിയ ജലദോഷം പോലെ ഉള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു കുഞ്ഞിന് പനിയുണ്ടോ അല്ലെങ്കിൽ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, അതൊന്നും ഇല്ല, ചെറിയ ജലദോഷം, മൂക്കുന്ന ഒരു ഒലിപ്പ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞല്ലോ ഈ കുഞ്ഞിന് നടക്കാൻ സാധിക്കില്ല, എടുത്തിട്ടാണ് കൊണ്ടുവരേണ്ടത്. അപ്പോൾ അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടായിരിക്കാം അവരെന്നെ വിളിച്ചിട്ടുണ്ടാവുക. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ ചെറിയ ജലദോഷത്തിനുള്ള മരുന്ന് പറഞ്ഞു കൊടുത്തു, അപ്പോൾ ഇത് കൊടുത്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ കോള് കട്ട് ചെയ്തു. കൂടുതൽ ഞാനൊന്നും പറയുകയും ചെയ്തില്ല. നെക്സ്റ്റ് ഡേ എനിക്ക് കാഷ്വാലിറ്റിയിലായിരുന്നു എൻ്റെ ഡ്യൂട്ടി. ആ രാത്രി ഈ കുഞ്ഞിനെ അവർ പെട്ടെന്ന് ഈ കുഞ്ഞിനെ എടുത്ത് ഓടി കാഷ്വാലിറ്റിയുടെ ഉള്ളിലേക്ക് വന്നു. അപ്പോൾ ഞാൻ തന്നെ അവിടെ ഡ്യൂട്ടിയിലുണ്ട്. നോക്കുന്ന സമയത്ത് ഈ കുഞ്ഞ് ശ്വാസം എടുക്കാൻ, നമ്മൾ ഗ്യാസ്പിംഗ് എന്ന് പറയും, ശ്വാസം എടുക്കാൻ പറ്റാതെ ആ രീതിയിൽ അങ്ങനെ ഒരു വെപ്രാളം പിടിച്ചിട്ടുള്ള ശ്വാസം എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. വളരെ മോശം കണ്ടീഷനിലായിരുന്നു. അപ്പോൾ ഉടൻ തന്നെ നമ്മൾ വേണ്ട രീതിയിൽ ട്രീറ്റ്മെൻറ്റൊക്കെ എമർജൻസി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് ആ കുട്ടികളുടെ ICUവിലേക്ക്, പീഡിയാട്രിക് ICUവിലേക്ക് പെട്ടെന്ന് മാറ്റി കുഞ്ഞിനെ വെന്റിലേറ്ററിലേക്ക് മാറ്റേണ്ടതായിട്ട് വന്നു. വളരെ മോശം ന്യൂമോണിയ ആയിരുന്നു കുഞ്ഞിൻ്റെ എക്സ്റേ എടുത്ത് നോക്കിയ സമയത്ത്. വെന്റിലേറ്ററിലേക്കൊക്കെ മാറ്റി. അപ്പോൾ എൻ്റെ കൂടെ തന്നെ അന്ന് ഞാൻ ഡ്യൂട്ടിയിലാണ്, എൻ്റെ സീനിയർ മാഡം ഉണ്ട്. മാഡം വീട്ടിൽ നിന്നൊക്കെ വന്നു. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഒക്കെ ഒന്ന് സെറ്റിൽ ഡൗൺ ആയപ്പോൾ ഇവരുടെ അച്ഛനമ്മമാരോട് എന്താണ് കാര്യങ്ങളൊക്കെ കൂടുതൽ അറിയാൻ വേണ്ടി ഞാനും മാഡവും കൂടി ഹിസ്റ്ററി നമ്മൾ കൂടുതൽ ചോദിക്കുമല്ലോ. അപ്പോൾ അവർ ഇത് പറഞ്ഞതിൻ്റെ ഇടയിൽ അതായത് പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആ ലേഡി പറഞ്ഞത്, സൗമ്യ മാഡത്തിനെ ഞാൻ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞതായിരുന്നു ഇന്നലെ. അപ്പോൾ സൗമ്യ മാഡം എൻ്റെ അടുത്ത് ഒന്നും പറഞ്ഞില്ല, ഈ ഒരു മരുന്ന് കൊടുത്താൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പം പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ ഇന്നലെ കൊണ്ടുവരുമായിരുന്നു, ഇത്രയും മോശമാകുമായിരുന്നില്ല കണ്ടീഷൻ എന്ന് പറഞ്ഞു. എനിക്ക് ആ അമ്മയെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. കാരണം അവരും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കില്ല. കുഞ്ഞ് വെന്റിലേറ്ററിലായി, അവർ വളരെ ഇമോഷണലി വളരെ തകർന്ന അവസ്ഥയിലായിരുന്നു. പക്ഷേ ഇത് കേട്ട് ഞാൻ ആക്ച്വലി എനിക്ക് എന്ത് പറയണമെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ മാഡം എന്നെ ഒന്ന് നോക്കുക മാത്രം ചെയ്തു, ഒന്നും മിണ്ടിയില്ല. അത് കഴിഞ്ഞ് എന്നെ ഒറ്റയ്ക്ക് വിളിപ്പിച്ചു. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു എന്താ സംഭവിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു മാം ഇങ്ങനെ അവരെന്നെ ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ചെറിയ ജലദോഷം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചില്ല ഇതിങ്ങനെ ആവുമെന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് മാം പറഞ്ഞു ഇത് ഒരു ലെസണാണ്. കാരണം കുട്ടികൾ, പ്രത്യേകിച്ചിട്ടൊരു സെറിബ്രൽ പാൽസി ഉള്ള കുട്ടി, ചിലപ്പോൾ അത് തുടക്കം ചെറിയ ജലദോഷമായിട്ടായിരിക്കും. പക്ഷേ അതെങ്ങനെ വേഴ്സൺ ചെയ്യണു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സൗമ്യ കുട്ടിയെ കണ്ടിട്ടില്ല, കുട്ടിക്ക് എന്തെങ്കിലും ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഉണ്ടോ എന്ന് നോക്കിയിട്ടില്ല, ജസ്റ്റ് ഓസ്കൾട്ടേറ്റ് ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ എങ്ങനെ ഈ ഒരു മരുന്ന് കൊടുത്താൽ മതി എന്ന് നമുക്ക് പറയാൻ പറ്റി? ഒരിക്കലും പറയാൻ പാടില്ലായിരുന്നു. കൊടുക്കാം, അതിനുശേഷം അവരോട് എന്ത് പറയണം, നിങ്ങൾ ഇപ്പം തന്നെ കുഞ്ഞിനായിട്ട് രാവിലെ തന്നെ OPയിൽ വന്ന് കാണിക്കൂ എന്ന് പറയണമായിരുന്നു. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മരുന്ന് പറഞ്ഞു കൊടുക്കേണ്ട കാര്യം തന്നെയല്ല, കുട്ടിയെ കൊണ്ട് വരൂ എന്ന് പറയണമായിരുന്നു. അപ്പോൾ ഒരിക്കലും ഇനി ജീവിതത്തിൽ ഇങ്ങനെ ഒരു കാര്യം കുട്ടിയെ കാണാതെ മരുന്ന് പറഞ്ഞു കൊടുക്കരുത് എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. ആ ഒരു ലെസൺ, കാരണം അത് ഇപ്പം ഞാൻ നിങ്ങളോട് പറയുന്ന പോലെ ആയിരിക്കില്ല ഒരു ടീച്ചർ എന്നോട് പറഞ്ഞിട്ടുണ്ടാവുക. ശരിക്കും എന്നെ ശകാരിക്കുക തന്നെയാണ് ചെയ്തത്. അപ്പോൾ എനിക്കും വന്നൊരു കുഞ്ഞുണ്ട്, ഞാനും വളരെയധികം ഇമോഷണലി ഡിസ്റ്റർബ്ഡ് ആയിപ്പോയൊരു സിറ്റുവേഷൻ ആയിരുന്നു. ഭാഗ്യവശാൽ ആ കുഞ്ഞ് രക്ഷപ്പെട്ടു. പക്ഷേ ആ കുഞ്ഞിന് എന്തെങ്കിലും പറ്റിപ്പോയിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു അത് എപ്പോഴും എൻ്റെ മനസ്സിൽ ഒരു വല്ലാത്ത മുറിവായി ഉണങ്ങാതെ കിടക്കുമായിരുന്നു. സോ അതുകൊണ്ട് മനസ്സിലാക്കുക, ഈ ഡോക്ടർമാർ, നിങ്ങൾക്ക് അറിയുന്ന ഡോക്ടർമാരുടെ അടുത്ത് ഇങ്ങനെ മരുന്നുകൾ വിളിച്ച് ചോദിക്കുന്ന സമയത്ത് അവരെന്തെങ്കിലും ബുദ്ധിമുട്ട് അല്ലെങ്കിൽ നേരെ കൊണ്ടുപോയി ഒരു ഡോക്ടറെ കാണിക്കൂ എന്ന് പറയുന്നത് അവർക്ക് നിങ്ങൾക്ക് മരുന്ന് പറഞ്ഞു തരാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടൊന്നുമല്ല. എന്തെങ്കിലും ഒരു മരുന്ന് പറഞ്ഞു തരാൻ അത്ര വലിയ പ്രശ്നമൊന്നുമില്ല ആർക്കും. പക്ഷേ അത് നിങ്ങളുടെ സേഫ്റ്റി ആലോചിച്ചിട്ടാണ്, നിങ്ങളുടെ സുരക്ഷിതത്വം നോക്കിയിട്ടാണ് എന്നുള്ളത് കൂടി ഒന്ന് മനസ്സിലാക്കുക. അല്ലാതെ അവരോട് നീരസം കാണിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇത് എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവമാണ്. അതിനുശേഷം ഞാൻ പറഞ്ഞല്ലോ, ആര് ഇങ്ങനെ ചോദിച്ചാലും ഞാൻ അവർക്ക് എന്ത് തോന്നിയാലും കുഴപ്പമില്ല, ഞാൻ വേണ്ട എമർജൻസി മരുന്ന് മാത്രം പറഞ്ഞു കൊടുക്കും. ബാക്കി എന്നെ കാണിക്കണമെന്ന് ഒരിക്കലും പറയാറില്ല. അടുത്തുള്ള കുട്ടികളുടെ ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കാൻ പറ്റുന്നത് ആരാണെങ്കിലും കൊണ്ടുപോയി കാണിക്കുക എന്ന് പറയാറുണ്ട്. എൻ്റെ ആദ്യത്തെ ബുക്ക് ഡോക്ടറെ ഞങ്ങളുടെ കുട്ടി ഓക്കെ ആണോ എന്നുള്ളതാണ് ബുക്കിൻ്റെ ടൈറ്റിൽ. DZ ആണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ബുക്ക് ഈ മാസം പുറത്തിറങ്ങി. ഇതിൻ്റെ ഒരു കണ്ടൻറ്റ് എന്ന് പറയുന്നത് ഞാൻ കുറേ കാലമായിട്ട് എഴുതണമെന്ന് ആഗ്രഹിച്ച ഒരു കാര്യമാണ്. കാരണം ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ അച്ഛനമ്മമാർക്ക് കുട്ടികളുടെ ബേസിക് ആയിട്ടുള്ള ആരോഗ്യ കാര്യങ്ങളെ പറ്റിയിട്ടുള്ള അവെയർനെസ് കുറച്ച് പുറകോട്ടാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര കാലം വരെ നമ്മൾ മുലയൂട്ടണം, 6 മാസം മുതൽ എന്തൊക്കെ ഭക്ഷണങ്ങൾ കൊടുത്തു തുടങ്ങണം, ഒരു കുഞ്ഞിന് 1 വയസ്സിൽ എത്ര വെയിറ്റ് വേണം, 2 വയസ്സിൽ എത്ര ഹൈറ്റ് വേണം, കുഞ്ഞിന് എന്തൊക്കെ പ്രതിരോധ കുത്തിവയ്പ്പുകൾ നമ്മൾ എടുക്കണം, ഈ കൊടുക്കുന്ന പ്രതിരോധ കുത്തിവയ്പ്പുകൾ ഓരോന്നും എന്തിനൊക്കെയാണ് കൊടുക്കുന്നത്. ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രായത്തിൽ കൊടുക്കേണ്ട പ്രതിരോധ കുത്തിവയ്പ്പ് നമുക്ക് കൊടുക്കാൻ സാധിച്ചില്ല, അത് പിന്നെ കൊടുക്കാൻ പറ്റുമോ? അങ്ങനെയുള്ള കുറേ സംശയങ്ങൾ അച്ഛനമ്മമാർക്കുണ്ട്. അതിനെ ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇന്ന് അച്ഛനായാലും അമ്മയായാലും രണ്ടുപേരും വർക്കിംഗ് ആയിരിക്കും. അപ്പോൾ അവർക്ക് പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പൂർണ്ണമായി ശ്രദ്ധിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. സോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ബുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന ഭാഷയിൽ ലളിതമായിട്ട് മലയാളത്തിൽ എഴുതാമെന്ന് തീരുമാനിച്ചത്.
ജനിച്ച മുതൽ 18 വയസ്സ് വരെയുള്ള പീഡിയാട്രിക്സ് എന്ന് പറയുന്നത് അതാണ്. 18 വയസ്സ് വരെയാണ് പീഡിയാട്രിക്സ്, അതായത് കുട്ടികളുടെ വിഭാഗം. അപ്പോൾ ഇത്രയും ഈ 18 വർഷക്കാലം ഒരു കുഞ്ഞ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡെവലപ്മെൻറ്റ് എന്ന് പറയും. ഇന്ന് കോവിഡ് കാലഘട്ടത്തിനൊക്കെ ശേഷം കുട്ടികൾ സോഷ്യൽ ഡെവലപ്മെൻറ്റ് വളരെയധികം പുറകോട്ട് പോയിട്ടുണ്ട്. ഇന്ന് എത്രയോ കുട്ടികളുടെ അച്ഛനമ്മമാർ നമ്മുടെ അടുത്ത് വന്ന് പറയുന്ന ഒരു കംപ്ലയിൻ്റ് ആണ്, കുട്ടി സംസാരിക്കുന്നില്ല. 3 വയസ്സും 4 വയസ്സായ കുട്ടികൾ സംസാരിച്ച് തുടങ്ങുന്നില്ല. അതുപോലെ തന്നെ കുട്ടി ചവയ്ക്കുന്നില്ല, വിഴുങ്ങി വിടുകയാണ് ഭക്ഷണം, കുട്ടി ഛർദ്ദിക്കുകയാണ്, തുപ്പുകയാണ്, അങ്ങനെ വളരെ വളരെ കുറേ കംപ്ലയിൻറ്റുകൾ. പക്ഷേ ഇതിൻ്റെയൊക്കെ നമ്മൾ റൂട്ട് കോസ് നോക്കി പോവുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ 3 വയസ്സുള്ള ഒരു കുട്ടിയുടെ അച്ഛനും അമ്മയും വന്ന് പറയുന്നത്, കുട്ടി ഭക്ഷണം കൊടുത്താൽ ചവയ്ക്കുന്നില്ല, അത് വിഴുങ്ങി വിടുന്നു, ചവയ്ക്കാതെ അല്ലെങ്കിൽ ചവച്ച് കഴിക്കേണ്ട ഭക്ഷണമാണെങ്കിൽ അത് തുപ്പിക്കളയുന്നു എന്നുള്ളതാണ്. ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കുഞ്ഞ് 6-ാം മാസം മുതൽ നമ്മൾ കുറുക്ക് കൊടുത്തു തുടങ്ങും അല്ലേ. ഒരു കുഞ്ഞ് ഒരു 8-9 മാസം ആകുമ്പോൾ ചവച്ച് തുടങ്ങും, അതായത് പല്ല് വരും, കുഞ്ഞിന് ആ ചൂയിങ് മൂവ്മെൻറ്റ് തുടങ്ങും. ആ സമയത്ത് നമ്മൾ കൊടുക്കേണ്ട ഭക്ഷണങ്ങൾ സെമി സോളിഡ് ആയിട്ടുള്ള അത്യാവശ്യം ചവച്ച് കഴിക്കാൻ പറ്റുന്ന ഭക്ഷണങ്ങൾ ആ സമയത്ത് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഈ സമയത്ത് നമ്മളത് കറക്റ്റായിട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കുഞ്ഞിന് ചവയ്ക്കേണ്ട ആവശ്യമില്ല. ആ ഒരു ചൂയിങ് എന്ന് പറയുന്ന പ്രോസസ്സ് കുഞ്ഞ് പഠിക്കുകയുമില്ല. ഇന്ന് നമ്മൾ പലപ്പോഴും എന്താ ചെയ്യുന്നത്, എല്ലാവരും ഈ പറയുന്ന വിപണികളിൽ ലഭ്യമായിട്ടുള്ള ഈസി ആയിട്ടുള്ള പൊടികൾ വാങ്ങി കലക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. പല കുട്ടികളും 2-3 വയസ്സ് വരെ കഴിക്കുന്നത് അതാണ്. അതൊരിക്കലും ചവയ്ക്കേണ്ട ആവശ്യമില്ല, അത് വിഴുങ്ങി വിട്ടാൽ മതി. അപ്പോൾ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, മിക്സിയിൽ അടിച്ച് അതിനൊരു പേസ്റ്റ് പരുവത്തിലാക്കി കൊടുക്കും. ഈ രണ്ടാണെങ്കിലും കുഞ്ഞിന് അത് വിഴുങ്ങേണ്ട ആവശ്യമുള്ളൂ, ചവയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ശീലിപ്പിച്ച ഒരു കുട്ടി 8-ാം മാസത്തിലും 9-ാം മാസത്തിലും സെമി സോളിഡ് കൊടുക്കാത്ത ഒരു കുട്ടിക്ക് എങ്ങനെയാണ് 3 വയസ്സായാലും ആ കുഞ്ഞ് ചവയ്ക്കില്ല, നിങ്ങൾ കൊടുക്കുന്ന ഭക്ഷണം വിഴുങ്ങുക മാത്രമേ ചെയ്യൂ. അപ്പോൾ അത് കുഞ്ഞിൻ്റെ കുഴപ്പം കൊണ്ടല്ല, നമ്മളത് കറക്റ്റ് സമയത്ത് ചെയ്യേണ്ട ഒരു കാര്യം ചെയ്യാത്തത് കൊണ്ടാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ അത് 3 വയസ്സിലും 4 വയസ്സിലും നമ്മൾ മനസ്സിലാക്കിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടുകൂടിയാണ് ഒരു പ്രോപ്പറായിട്ടൊരു ഗൈഡ് അച്ഛനമ്മമാർക്ക് എല്ലാത്തിനെ പറ്റിയിട്ടും. എനിക്ക് എഴുതാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും, ഇപ്പോൾ മൊബൈലിൻ്റെ ഉപയോഗം, നമ്മൾ കുഞ്ഞുങ്ങൾ മൊബൈൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളത് എപ്പോഴും കംപ്ലീറ്റ് പറയാറുണ്ട്. അവരിൽ നിന്ന് അത് കംപ്ലീറ്റ് ആയിട്ട് എടുത്ത് മാറ്റുക ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് പ്രാക്ടിക്കലായിട്ടുള്ള കാര്യമല്ല. പലപ്പോഴും പഠിക്കുന്ന കുട്ടികൾക്ക് അത്യാവശ്യമായിട്ട് ഇപ്പം ഇന്ന് പല സ്കൂളുകളിൽ വരെ ലാപ്ടോപ്പും അല്ലെങ്കിൽ ടാബുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് പഠന ആവശ്യങ്ങൾക്കായിട്ട്. അപ്പോൾ ഇവരിൽ നിന്ന് അത് കംപ്ലീറ്റ് ആയിട്ട് എടുത്ത് മാറ്റാൻ നമുക്ക് സാധിക്കില്ല. പക്ഷേ ഓരോ പ്രായത്തിലും ഒരു കുഞ്ഞ് ഒരു ദിവസം എത്ര മണിക്കൂർ വരെ മാക്സിമം ഇത്തരത്തിൽ സ്ക്രീൻ ടൈം ഉപയോഗിക്കാം എന്നുള്ളത് എത്ര അച്ഛനമ്മമാർക്ക് അറിയാം. അപ്പോൾ ഇങ്ങനെയുള്ള ദൈനംദിന ജീവിതത്തിൽ ഒരു അച്ഛനും അമ്മയും അറിഞ്ഞിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ എൻ്റെ ബുക്കിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. സോ ഇത് എല്ലാവരും വാങ്ങാനും വായിക്കാനും ശ്രമിക്കുക.